ആകാശവാണി. തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി. വികസിത ഭാരതത്തിന് അടിത്തറയൊരുക്കി വി.ബി.ജി. റാംജി. ഇന്ത്യയുടെ ആത്മാവ് കുടികൊള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്ന ദർശനത്തിലൂന്നി ഗ്രാമങ്ങളുടെ വികസനത്തിലൂടെ മാത്രമേ വികസിത ഭാരതം 2047 എന്ന ലക്ഷ്യം കൈവരിക്കാനാകൂ എന്ന ചിന്തയിൽ അധിഷ്ഠിതമായാണ് വി.ബി.ജി. റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ ഗ്രാമീൺ എന്ന നിയമം കേന്ദ്ര സർക്കാർ പാസാക്കിയത്. ഗ്രാമീണ തൊഴിൽ ഉപജീവന മേഖലയിലെ ഒരു സുപ്രധാന പദ്ധതിയാണ് വി.ബി.ജി. റാംജി. ഗ്രാമപ്രദേശങ്ങളിൽ സുസ്ഥിരമായ ഉപജീവന മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. പദ്ധതിയുടെ ആസൂത്രണത്തിലും നടത്തിപ്പിലും ഗ്രാമസഭകൾക്കും പഞ്ചായത്തുകൾക്കും മുൻഗണന നൽകുന്നു. വികസിത് ഭാരത് 2047 എന്ന കാഴ്ചപ്പാടിനോട് ചേർന്ന് നിൽക്കുന്ന ഈ പദ്ധതി വികേന്ദ്രീകൃത ഭരണത്തിലൂടെ തൊഴിൽ സുരക്ഷ, വരുമാന വർധന, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഗ്രാമീണ വളർച്ച എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പാവപ്പെട്ടവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും രാജ്യത്തിന്റെ സമഗ്രമായ അഭിവൃദ്ധി ഉറപ്പാക്കുന്നതിനുമാണ് നിയമമെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ അഭിപ്രായപ്പെട്ടു. ഗ്രാമീണർക്ക് തൊഴിൽ ഉറപ്പാക്കുകയും ശാക്തീകൃതവും സമ്പന്നവുമായ ഗ്രാമങ്ങളിലൂടെ വികസിത ഭാരതത്തിന് അടിത്തറ പാകുകയും ചെയ്യുന്നു. നിയമത്തിനെതിരെയുള്ള തെറ്റായ പ്രചാരണങ്ങൾ തള്ളിക്കളയണമെന്നും യാഥാർത്ഥ്യം പ്രചരിപ്പിക്കാൻ പൌരന്മാരടക്കമുള്ള എല്ലാവരും സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. फिर एक बार देश को गुमराह करने की साजिश हो रही है, भ्रम फैलाए जा रहे हैं, जबकि सच्चाई ये है विकसित भारत जी रामजी योजना मनरेगा के आगे का कदम है. मजदूर भाइयों, 100 दिन की नहीं, अब 125 दिन काम की गारंटी है, कानूनी गारंटी. और काम नहीं तो बेरोजगारी भत्ते के प्रावधान को और सशक्त बनाया गया है. मजदूरी अगर देर से मिली तो अतिरिक्त राशि देने का प्रावधान है. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ നടത്തിപ്പ് രീതിയിൽ കാലാനുസൃതമായ പരിഷ്കരണങ്ങൾ വി.ബി.ജി. റാംജി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പ്രാദേശിക തലത്തിൽ പഞ്ചായത്തുകൾ മുഖേന ഉയർന്നുവരുന്ന ഗ്രാമീണരുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ പദ്ധതി നിർവഹണത്തിൽ ഏറെ നിർണായകമാകും. ഇതിലൂടെ വികേന്ദ്രീകൃതമായ പദ്ധതി നിർവഹണത്തോടൊപ്പം തന്നെ സർക്കാരിന്റെ സമഗ്രമായ ഏകോപനവും സാധ്യമാകുന്നു. ഒരേ പ്രവൃത്തികൾ ആവർത്തിക്കുന്നതും പാഴ്ചെലവുകൾ ഒഴിവാക്കുന്നതും സാധിക്കും. കാലാനുസൃതമായ പരിഷ്കരണമാണ് ഇതെന്ന് കേരള സർവകലാശാല പൊളിറ്റിക്കൽ സയൻസ് മുൻ മേധാവി ഡോക്ടർ ജി. ഗോപകുമാർ വാർത്താതരംഗിണിയോട്. എന്നും വെൽഫെയർ അഥവാ ക്ഷേമ പദ്ധതി എന്ന് പറഞ്ഞ് ആൾക്കാരെ റിസീവിംഗ് എൻഡിൽ കൊണ്ട് നിർത്തുന്നതിന് പകരം തീർച്ചയായിട്ടും നാട്ടിലെ കർഷകർക്കും കർഷക തൊഴിലാളികൾക്കുമെല്ലാം ഗ്രാമീണ മേഖലയിൽ അസറ്റ്സ് വർദ്ധിപ്പിക്കുക. ആ അസറ്റ്സ് വർദ്ധിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ഗ്രാമീണ വികസനം ഉണ്ടാകും. ആ ഇൻഫ്രാസ്ട്രക്ചറിന്റെ ഗുണം അവരുടെ ജീവിത നിലവാരം മാറ്റിയെടുക്കും. മറ്റൊന്ന്, ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കും. അതോടൊപ്പം ക്ഷേമ പദ്ധതികൾക്ക് ഒരു കുറവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. അതാണ് ഈ പുതിയ പദ്ധതിയിൽ കൂടി വന്നിരിക്കുന്നത്. അപ്പോൾ തൊഴിലുറപ്പിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല. ക്ഷേമ പദ്ധതികൾക്ക് പിന്നോട്ടടിക്കുന്ന കാര്യമില്ല. കൂടുതൽ അലോട്ട്മെന്റ് തന്നെ വരുന്നുണ്ട് പഴയ കാലത്തിനേക്കാൾ. കാരണം സംസ്ഥാനങ്ങൾ കൂടി ഇതിൽ പാർട്ട്നേഴ്സ് ആവുകയാണ്, പങ്കാളികളാവുകയാണ്. ഏറ്റവും പിന്നാക്കാവസ്ഥയിൽ നിൽക്കുന്ന നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഹിമാലയൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെ ഒരു 10ഓളം സംസ്ഥാനങ്ങൾക്ക് 90% കേന്ദ്ര ഗവൺമെന്റിന്റെ ഗ്രാന്റ് ആണെങ്കിൽ 10% സംസ്ഥാനങ്ങളുള്ളൂ. ബാക്കിയുള്ള 18 സംസ്ഥാനങ്ങളിൽ തീർച്ചയായിട്ടും 60:40 എന്ന അനുപാതത്തിൽ 40% സംസ്ഥാനങ്ങളുടെ 60% കേന്ദ്രത്തിന്റെയും എന്ന നിലയ്ക്കാണ് ഈ പദ്ധതി വരുന്നത്. ഇപ്പോൾ സംസ്ഥാനങ്ങൾ കൂടി പങ്കാളികളാവുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു നേട്ടം എന്താണ്? താഴെത്തട്ടിൽ അവർക്ക് നടക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി ഗ്രാസ് റൂട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാനാകും. ആ നിലയ്ക്ക് അതിനെ ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗ്രാമസഭകളും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും വരുന്ന നിർദ്ദേശങ്ങൾ സംസ്ഥാന ഗവൺമെന്റിന്റെ മേൽനോട്ടത്തിൽ പുതിയ പദ്ധതികൾ കൊണ്ടുവരാനും അത് ഈ പദ്ധതിയുടെ വിശാലമായ ഈ പദ്ധതിയുടെ പശ്ചാത്തലത്തിൽ ഇതിനൊരു അംബ്രല പദ്ധതി എന്ന് കണ്ടാൽ ഗ്രാമീണ തലത്തിലും ബ്ലോക്ക് തലത്തിലും ജില്ലാ തലത്തിലും ഇത് വേണ്ട രീതിയിൽ താഴെത്തട്ടിൽ നിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ വഴിയുള്ള പ്ലാൻസ് നടപ്പിലാക്കാൻ കഴിയും.
അവിദഗ്ധ കായികാധ്വാനത്തിന് തയ്യാറുള്ള ഓരോ ഗ്രാമീണ കുടുംബത്തിനും പ്രതിവർഷം കുറഞ്ഞത് 125 ദിവസത്തെ തൊഴിൽ ഈ നിയമം ഉറപ്പാക്കുന്നു. പഴയ തൊഴിലുറപ്പ് നിയമത്തിൽ ഇത് 100 ദിവസമായിരുന്നു. തൊഴിൽ ദിനങ്ങളിലെ ഈ വർധന ഗ്രാമീണ കുടുംബങ്ങളുടെ ഉപജീവനത്തിനും സാമ്പത്തിക സുരക്ഷയ്ക്കും മുതൽക്കൂട്ടാകുമെന്ന് ഉറപ്പാണ്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ചാലകശക്തിയും നഗരങ്ങളിലേക്കുള്ള അനാരോഗ്യകരമായ കുടിയേറ്റത്തിന് പരിഹാരവും ഇത് മുന്നോട്ട് വയ്ക്കുന്നു. ജോലി പൂർത്തിയാക്കി പരമാവധി 15 ദിവസത്തിനുള്ളിൽ വേതനം നൽകണമെന്ന് VB G റാംജി നിയമം അനുശാസിക്കുന്നു. നിശ്ചിത കാലയളവിനപ്പുറം കാലതാമസം നേരിടുന്ന സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകേണ്ടതുണ്ട്. നിയമത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് അഭിഭാഷകയായ ശ്രീമതി അഞ്ജന ദേവി. 2005 നടപ്പാക്കിയ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ആക്ടിൽ നിർണായകമായ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് പുതിയ ബിൽ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനു ശേഷം വിജ്ഞാപനമായി പുറത്തിറക്കിയിരിക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 290.60 കോടി തൊഴിൽ ദിനങ്ങളാണ് MGNREG വഴി സൃഷ്ടിക്കപ്പെട്ടത്. വരും വർഷങ്ങളിൽ അത് 100 തൊഴിൽ ദിനങ്ങൾ എന്നത് 25% വർധനവോടുകൂടി 125 തൊഴിൽ ദിനങ്ങളായി മാറുന്നു എന്നതാണ് നിയമത്തിലുള്ള ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം. ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതത്തിൽ പ്രത്യക്ഷമായി ഗുണങ്ങൾ ഉണ്ടാക്കാൻ പര്യാപ്തമാണ് തൊഴിൽ ദിനങ്ങളുടെ വർധന. തൊഴിൽ ചെയ്ത ശേഷം ആഴ്ചകളോളം ശമ്പളത്തിനു വേണ്ടി അധികൃതരുടെ മുൻപിൽ കൈനീട്ടി നിൽക്കേണ്ട അവസ്ഥ ഇല്ലാതാകുന്നു. വേതനം ആധാർ ലിങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന രീതിയാണ് ഈ നിയമം അവലംബിച്ചിരിക്കുന്നത്. ഡിജിറ്റലൈസേഷൻ സാധ്യതകൾ സാധാരണക്കാർക്ക് ഉപയോഗപ്പെടുത്തുന്ന വിധം സുതാര്യവും അഴിമതിമുക്തവുമായ ഒരു സംവിധാനമാണ് നിയമം വിഭാവനം ചെയ്യുന്നത്. ഇതിലൂടെ സാധാരണക്കാരായ ഗ്രാമീണരെ ഇടനിലക്കാരുടെ ചൂഷണത്തിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് സർക്കാരിന്റെ പ്രധാന ഉദ്ദേശ്യമാണ്. മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച രാമരാജ്യ സങ്കല്പത്തിൽ ഊന്നിയ ഗ്രാമീണ വികസനം 2047 യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിത ലക്ഷ്യം. VB G റാംജി നിയമത്തിന്റെ ഏറെ ശ്രദ്ധേയമായ സവിശേഷതയാണ് ഉൽപാദനക്ഷമമായ ഗ്രാമീണ അടിസ്ഥാന സൗകര്യ വികസനം. 4 പ്രധാന മേഖലകളിൽ ആസ്തി നിർമ്മാണവുമായി ബന്ധപ്പെട്ട പദ്ധതികൾക്ക് നിയമം പിന്തുണ നൽകുന്നു. ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഗ്രാമീണ അടിസ്ഥാന സൗകര്യങ്ങൾ, ഉപജീവനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനം ലഘൂകരിക്കുന്നതിനുള്ള പ്രവൃത്തികൾ എന്നിവയാണിവ. പ്രകൃതി വിഭവങ്ങളുടെ ശോഷണം തടയാനും കാലാവസ്ഥാ മാറ്റം മൂലമുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ കുറയ്ക്കാനും ഗ്രാമങ്ങളിൽ മികച്ച പശ്ചാത്തല സൗകര്യമൊരുക്കാനും തൊഴിലില്ലായ്മ കുറയ്ക്കാനും ഈ നിയമം വഴിയൊരുക്കും. ക്ഷേമരാഷ്ട്ര സങ്കല്പത്തിലെ അടിസ്ഥാന ഘടകങ്ങളായ ഗ്രാമങ്ങളെ സുസ്ഥിരമായി പുനർവിഭാവനം ചെയ്യാൻ ഈ മുൻഗണനാ മേഖലകൾ സഹായിക്കും. പദ്ധതിയുടെ ഘടക സവിശേഷതകളെക്കുറിച്ച് കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ശ്രീ അനുരാജ്. കാലാവസ്ഥാ സംരക്ഷണം, അടിസ്ഥാന സൗകര്യ വികസനം, അതും ഗ്രാമീണ മേഖലയിൽ കൂടുതൽ, ജലസുരക്ഷ, ജലലഭ്യത ഉറപ്പാക്കൽ തുടങ്ങിയ ചില മേഖലകൾക്ക് പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് പദ്ധതി നടപ്പാക്കാനാണ് കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇനി നടക്കുക. ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്ന് പറയുന്നത്, ഗ്രാമീണ ജനതയ്ക്ക് നേരത്തെ 100 തൊഴിൽ ദിനങ്ങളാണ് മൻരേഗ വാഗ്ദാനം ചെയ്തിരുന്നതെങ്കിൽ പുതിയ നിയമത്തിൽ VB G റാംജി ആക്ടിൽ 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുകയാണ്. നൈപുണ്യമില്ലാത്തവർക്കാണ് ഈ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നത് എന്നത് വലിയ നേട്ടമാണ്. അത് നേരത്തെ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഏറ്റവും വലിയ നേട്ടം എന്നത് ഒരു വർഷം ഇത്രയും ദിവസത്തേക്കുള്ള വരുമാനം സാധാരണക്കാരായ പാർശ്വവൽകൃതരായ ആൾക്കാർക്ക് ഉറപ്പാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അത് 25 ദിവസം വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊന്ന്, തൊഴിലാളി എടുക്കുന്നവർക്ക് ഉണ്ടാകുന്ന നേട്ടം കർഷകർക്ക് കോട്ടമാകരുത് എന്ന തിരിച്ചറിവിൽ ആണ് പുതിയ നിയമത്തിൽ 60 ദിവസം ഇടവേള ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് കൊടുക്കുന്നതിനുള്ള വ്യവസ്ഥ വച്ചിട്ടുള്ളത്. അതത് മേഖലകളിൽ കാർഷിക വിളകളുടെ വിളവെടുപ്പ് അല്ലെങ്കിൽ വിതയ്ക്കൽ, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളിൽ മറ്റ് തൊഴിലുകളിലേക്ക് ആൾക്കാർ തിരിയുന്നത് കൊണ്ട്, തൊഴിലുറപ്പ് പദ്ധതിയിലേക്ക് മറ്റ് തൊഴിൽ മേഖലകളിലേക്ക് ആൾക്കാർ പോകുന്നത് കൊണ്ട് കൃഷിപ്പണിക്ക് ആൾക്കാരെ കിട്ടാതെ വരുന്ന സാഹചര്യം ഉണ്ടാവരുത് എന്ന പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഇടവേള പുതിയ നിയമത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ആ രീതിയിൽ ഇന്നത്തെ സാഹചര്യത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണോ അവയെ മനസ്സിലാക്കിക്കൊണ്ട് ജനക്ഷേമപരമായ പദ്ധതികളുടെ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി കാലികമായി പരിഷ്കരിച്ചുകൊണ്ട്
ഈ തൊഴിലവസര പദ്ധതിയെ മാറ്റുക എന്നതാണ് ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. കേന്ദ്രവും സംസ്ഥാനങ്ങളും ചെലവ് പങ്കിടുന്ന രീതിയിലാണ് VB-G റാംജി നിയമം അവലംബിച്ചിരിക്കുന്നത്. 60:40 എന്ന അനുപാതത്തിലാകും കേന്ദ്രവും സംസ്ഥാനവും പദ്ധതിക്കായി ധനം ചെലവിടുക. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്കും ഹിമാലയൻ സംസ്ഥാനങ്ങൾക്കും 90:10 എന്ന അനുപാതത്തിലാകും. നിയമസഭകളില്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് മുഴുവൻ തുകയും കേന്ദ്ര സർക്കാർ തന്നെയാകും വഹിക്കുക. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഏറെ ഉത്തേജനം നൽകുന്നതാണ് പുതിയ നിയമമെന്ന് ഭാരതീയ വിചാര കേന്ദ്രം തിരുവനന്തപുരം ജില്ലാ വൈസ് പ്രസിഡന്റും സാമ്പത്തിക വിദഗ്ധനുമായ ശ്രീ S. പ്രവീൺ. ഹ്രസ്വകാല തൊഴിലവസരം എന്നതിൽ നിന്ന് വ്യത്യസ്തമായി സുസ്ഥിരമായ വരുമാന സ്രോതസ്സുകൾ ഉണ്ടാക്കുക എന്നതിനാണ് കൂടുതൽ ശ്രദ്ധ ഇവിടെ നൽകിയിരിക്കുന്നത്. നൈപുണ്യ വികസനം പോലെയുള്ള കാര്യങ്ങളിലും കൂടുതൽ പ്രാധാന്യം നൽകിയാണ് ഇത് സാധിക്കുന്നത്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ വലിയ ഒരു പരിമിതിയാണ് ഇതുവഴി പരിഹരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പദ്ധതിയെ മറ്റ് ദേശീയ വികസന പദ്ധതികളുമായും കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുകയാണ്. PM ഗതിശക്തി ഫോർ ഇൻഫ്രാസ്ട്രക്ചർ, പ്രധാനമന്ത്രി ആവാസ് യോജന, ജൽ ജീവൻ മിഷൻ തുടങ്ങിയ പദ്ധതികളാണ് ഇതോടൊപ്പം നടപ്പാക്കുന്നത്. മൂന്നാമതായി, ഉയർന്ന നിലവാരത്തിലുള്ള ആസ്തി വികസനവും ശാക്തീകരണവും ദീർഘകാല വികസനത്തിന് ഉപയുക്തമായ വിധത്തിൽ വിഭാവനം ചെയ്തിരിക്കുകയാണ് ഇവിടെ. സുതാര്യതയും ആധുനികവൽക്കരണവും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും മൂലം കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും അഴിമതിക്കുള്ള സാധ്യതകൾ ഇല്ലാതാക്കുകയും ചെയ്യുന്നത് വഴി പദ്ധതിക്ക് ചെലവാക്കുന്ന പണം പൂർണ്ണമായി പ്രയോജനപ്രദമായി ഉപയോഗിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ് ഇവിടെ. സാങ്കേതികമായി തൊഴിൽ ദിനങ്ങൾ സൃഷ്ടിക്കുക എന്നത് മാത്രമായിരുന്നു പഴയ പദ്ധതിയുടെ ലക്ഷ്യമെന്നതിനാൽ പ്രത്യുൽപാദനപരമല്ലാത്ത വിധത്തിൽ മനുഷ്യപ്രയത്നം പാഴായി പോകുന്നു എന്ന വലിയ കുറവ് ഇവിടെ പുതിയ പദ്ധതി വഴി പരിഹരിക്കപ്പെടുകയാണ്. സുസ്ഥിരമായ ആസ്തി നിർമ്മാണത്തിലേക്ക് തൊഴിലിനെ നയിക്കുക വഴി ഗ്രാമീണ ഭാരതത്തിലെ പൗരന്മാരെ വികസിത് ഭാരത് എന്ന മഹായജ്ഞത്തിൽ പങ്കാളികളാക്കുകയാണ് VB-G റാംജി എന്ന പുതിയ പദ്ധതി. തൊഴിലുറപ്പ് ദിനങ്ങളുടെ എണ്ണം 100-ൽ നിന്ന് 125 ഉയർന്നത് ഏറെ പ്രയോജനം ചെയ്യുമെന്ന് പദ്ധതിയുടെ ഗുണഭോക്താക്കളായ ഗ്രാമീണർക്ക് സംശയമില്ലാത്ത സംഗതിയാണ്. കൂടാതെ ചെയ്ത ജോലിക്കുള്ള കൂലി സമയബന്ധിതമായി ലഭിക്കുമെന്നതും അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം നൽകുന്നു. ഗുണഭോക്താവായ ഇടുക്കി സ്വദേശിനി ശ്രീമതി ഷീജ. സർക്കാരിന്റെ ഈ 125 തൊഴിൽ ദിന പദ്ധതി അത് നല്ല കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്റെ കൂടെ അതുപോലെ തന്നെ പണിയുന്നവരും അങ്ങനെ തന്നെ പറയുന്നത്. ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്ക് അതെല്ലാം ഇതുകൊണ്ട് വളരെ ആശ്വാസമുള്ള ഒരു കാര്യമാണ്. കൂലിയും കൂടി കുറച്ച് വർദ്ധിപ്പിച്ചാൽ നല്ലതായിരുന്നു. പാർലമെന്റിന്റെ അടുത്തിടെ സമാപിച്ച ശീതകാല സമ്മേളനത്തിലാണ് വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗർ ആൻഡ് ആജീവിക മിഷൻ അഥവാ VB-G റാംജി ബിൽ അവതരിപ്പിച്ചത്. ഡിസംബർ 18-ന് ലോക്സഭയും രാജ്യസഭയും ബിൽ പാസാക്കി. ഡിസംബർ 21-ന് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ കൂടി അംഗീകാരം ലഭിച്ചതോടെ ബിൽ നിയമമായി മാറി. 2005-ലെ MGNREGA മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി ഈ നിയമത്തിന് പിന്നിലെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുടെയും ദർശനത്തിന്റെയും ശക്തവും ഭാവിയിലേക്ക് ഉതകുന്നതുമായ തുടർച്ചയായാണ് പുതിയ നിയമം മുന്നോട്ട് വച്ചിരിക്കുന്നത്. MGNREGA പദ്ധതി നടത്തിപ്പിൽ നിന്ന് ലഭിച്ച അനുഭവങ്ങളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടും പോരായ്മകൾ തിരുത്തിയും മാറുന്ന കാലഘട്ടത്തിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കിയും വികസിത ഭാരതം ലക്ഷ്യം വെച്ചുള്ള പ്രവർത്തനങ്ങൾക്ക് മുതൽക്കൂട്ടാകുന്ന രീതിയിലും തൊഴിലുറപ്പ് എന്ന ആശയത്തെ VB-G റാംജി നിയമം പുനർവിഭാവനം ചെയ്യുന്നു. വാർത്താതരംഗിണി സമാപിക്കുന്നു. ഏകോപനം ലമി G നായർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ലിൻസ സിറാജ്. വാർത്താതരംഗിണി ഇനി വ്യാഴാഴ്ച രാവിലെ 9 മണിക്ക്.